1987 ഇന്ത്യ ശ്രീലങ്ക സമാധാന കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ അന്നത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ശ്രീലങ്കയിലെ ഔദ്യോഗിക സന്ദർശനത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് ശ്രീലങ്കൻ നാവികസേനയിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്ന സമയത്ത് ഒരു അപ്രതീക്ഷിത സംഭവം നടന്നു. വിജിതാരോഹണ എന്നു പേരുള്ള ഒരു ശ്രീലങ്കൻ നേവി ഉദ്യോഗസ്ഥൻ രാജീവ് ഗാന്ധിയെ തൻ്റെ കയ്യിലുള്ള റൈഫിൾ കൊണ്ട് കഴുത്തിലേക്ക് അടിക്കുവാൻ ശ്രമിച്ചു. രാജീവ് ഗാന്ധി അതിവേഗം തലതാഴ്ത്തിയതുകൊണ്ട് അപകടം ഒഴിവായി. ആരാണ് ഈ വിജിതാരോഹണ എന്ന നാവികൻ? വിജിതാരോഹണ എന്ന നാവികസേനാ ഉദ്യോഗസ്ഥൻ അതിനുശേഷം സൈനിക കോടതിയുടെ ശിക്ഷാവിധികൾ ഏറ്റെടുത്തു. വിജിതാരോഹണക്കെതിരെ സൈനിക നടപടികൾ നടന്നു. അയാളെ സൈനിക അന്വേഷണത്തെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച സൈന്യം അവിടെ നിന്ന് പുറത്താക്കി. ആക്രമണത്തിന്റെ കാരണം പിന്നീട് അയാൾ പറഞ്ഞത് അദ്ദേഹം ഇന്ത്യ ശ്രീലങ്ക സമാധാന കരാർ ഇഷ്ടമല്ലായിരുന്നുവെന്നും IPKFന്റെ ആക്ഷനുകൾ ഇഷ്ടമില്ലായിരുന്നു എന്നാണ്. സ്വന്തം രാജ്യത്തിൻ്റെ അയൽ രാജ്യത്തെ ഒരു പ്രശ്നവും വരാതെ കാത്തു സൂക്ഷിച്ച ഇന്ത്യൻ ഡിപ്ലോമസിക്കേറ്റ ചില മുറിവുകളാണ് ഞാനിവിടെ വിവരിച്ചത്. ശ്രീലങ്കയെ ഇന്നും സ്വന്തം അയൽ രാജ്യത്തെ പോലെ കാണുന്ന ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ എന്നും നമുക്കിവിടെ സ്മരിക്കാം. ജയ് ഹിന്ദ്.